ഹലോ ഗൈസ്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞതുപോലെ ടവർ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ വന്നത് ലണ്ടൻ ഐയിലേക്കാണ് കേട്ടോ. അപ്പോൾ ദേ ദൂരെ നിന്ന് ഈ കാണുന്നതാണ് ലണ്ടൻ ഐ. ഇതിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ലണ്ടൻ ഐ എന്നായിരുന്നില്ല കേട്ടോ. പകരം ഇതിൻ്റെ ഫസ്റ്റ് പേരെന്ന് പറയുന്നത് മില്ലേനിയം വീൽ എന്നായിരുന്നു. എന്തുകൊണ്ടാണ് മില്ലേനിയം വീൽ എന്ന് വെച്ചാൽ 2000-ലാണല്ലോ ഇത് ഓപ്പൺ ആക്കിയത്. സോ ആ ഒരു നമ്മൾ 2000 എന്ന് പറയുന്ന ആ ഒരു 1000 വർഷങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ മില്ലേനിയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സോ 2000-ൽ ഇത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ആ ടൈമിൽ ഇതിനെ മില്ലേനിയം വീൽ എന്ന് പേര് പറയുന്നത്. പിന്നീട് ഇതിനെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ലണ്ടൻ ഐ എന്ന് പേര് മാറ്റുകയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ലണ്ടൻ ഐ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒന്ന് ആ ഒരു വീലിൻ്റെ ഒരു ഷേപ്പ്, ആ വീലിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്ന സർക്കുലർ ഷേപ്പ് നമ്മുടെ ഒരു ഐയുടെ കൂട്ടൊരു റിഫ്ലക്ഷൻ ഉണ്ട്. മാത്രമല്ല ഇവരുടെ വെബ്സൈറ്റിൽ ഇവർ പറയുന്നത് ഇതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലണ്ടൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടും. അതായത് ഒരു ഫുൾ വ്യൂ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നാലും നമുക്ക് കിട്ടും. അതായത് ഈ ഈഗിൾ വ്യൂ എന്നൊക്കെ പറയാറില്ലേ, അതായത് നമ്മൾ ഏറ്റവും മേളിൽ ചെന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ലണ്ടൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള മിക്ക കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ മേളിൽ ചെന്നാലായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിനെ ലണ്ടൻ ഐ എന്നവർ പേരിട്ടത്. ഓൺലൈനിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബൈനോക്കുലർ കൂടി ബുക്ക് ചെയ്തായിരുന്നു. നമുക്കിപ്പം ആദ്യം അത് കളക്ട് ചെയ്യണം. ഒരു 5 പൗണ്ട് എക്സ്ട്രാ കൊടുത്തപ്പോൾ നമുക്കൊരു ബൈനോക്കുലർ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ബൈനോക്കുലർ അവിടുന്ന് കളക്ട് ചെയ്തു. സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ്റെ ഫുള്ളൊരു വ്യൂ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ ഞാനിത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല മേടിച്ചത്. സോ ഈ ഒരു ബൈനോക്കുലർ നമുക്ക് മേടിച്ചാൽ നമുക്കിത് കൊണ്ടുപോകാം. ഇതൊരു സൊവനീർ പോലെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. സോ ഓൺലൈനിൽ ഒരു 5 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. പക്ഷേ ഇവിടെ വന്നിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 6 പൗണ്ട് കൊടുക്കണം. സോ എനിവേ ഞാൻ ഈ സൊവനീർസൊക്കെ കളക്ട് ചെയ്യാറുള്ളതുകൊണ്ട് ഈ ഒരു ബൈനോക്കുലർ കൂടി ഓൺലൈനിൽ ഓർഡർ ചെയ്തേ ഉള്ളൂ. സോ ഇതൊരു യൂസ്ഫുൾ ആണ്. ഓൺലൈനിലും ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എനിക്കായത് 36 പൗണ്ടാണ്. അതിനകത്ത് ഒരു 5 പൗണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ബൈനോക്കുലറിൻ്റെയാണ്. സോ ബൈനോക്കുലർ ഇല്ലായിരുന്നെങ്കിൽ ഏകദേശം 30-31 പൗണ്ടേ ആവത്തുള്ളായിരുന്നു. മാത്രമല്ല ഈ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ളതൊന്നുമല്ല. അത് ഈ സീസണൊക്കെ അനുസരിച്ചിട്ട് വേരി ആവും. അതുപോലെ എത്ര ഡേയ്സ് മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്നു സാധാരണ അല്പം സമ്മർ ടൈമിൽ അല്പം ടിക്കറ്റ് നിരക്ക് കൂടുതലായിരിക്കും. അതുപോലെ നിങ്ങൾ എത്രയും ഡേയ്സ് മുന്നേ ബുക്ക് ചെയ്യാമോ അത്രയും ടിക്കറ്റ് നിരക്ക് കുറവായിരിക്കും. അതുമാത്രമല്ല ഈ ലണ്ടൻ ഐ എന്ന് പറയുന്നത് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് lastminute.com എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സോ ഇവർ തന്നെ ലണ്ടനിലെ മറ്റ് ചില പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് കൂടി മാനേജ് ചെയ്യുന്നുണ്ട്. അതാണ് മേഡം തുസാഡ്സിൻ്റെ മ്യൂസിയം, പിന്നെ സീ ലൈഫ് ലണ്ടൻ, അങ്ങനെയുള്ള 2-3 അട്രാക്ഷൻസ് കൂടിയാണ്. സോ നിങ്ങൾക്ക് മൾട്ടി അട്രാക്ഷൻ ടിക്കറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്യണം. 3 കൂടെ ഒരുമിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഇവിടെ കയറാനായിട്ട് പറ്റും. പിന്നെ സമ്മർ ടൈമിലൊക്കെയാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഒരുപക്ഷെ നമുക്ക് ഇവിടെ കയറാൻ പറ്റണമെന്നില്ല. കാരണം അത്രയ്ക്ക് വലിയ ക്യൂ ഇവിടെ ഉണ്ട്. സോ നമ്മൾ ബുക്ക് ചെയ്ത ടൈമിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. കാരണം അത്രയും ലോങ് ആയിട്ടുള്ളൊരു ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവർ നമ്മളെ ഒരു ഫോട്ടോ ബൂത്തിലൂടെ കടത്തിവിടും. എന്നിട്ട് അവിടെ നമ്മുടെ ഒരു ഫോട്ടോ അവരെടുക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകാൻ നേരം ആ ഫോട്ടോയുടെ ഒരു പ്രിൻ്റ് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് മേടിക്കാം. ഇത് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഉത്സവ പറമ്പിലുമൊക്കെ സെറ്റ് ചെയ്തിട്ടാറുള്ള ആ ഒരു ജയൻറ്റ് വീൽസില്ലേ, സോ അതുപോലെ തോന്നുമെങ്കിലും ശരിക്കും ഇത് അതേപോലെ സ്പീഡിൽ കറങ്ങുന്ന ഒരു വീലല്ല. ഇത് വളരെ സ്ലോയിലാണ് കറങ്ങുന്നത്. ഇത് കറങ്ങി ഓരോ സ്റ്റേജിലും ഇത് നിർത്തിയിട്ട് ആ സ്റ്റേജിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, എവിടെയൊക്കെ കാണാമെന്നുള്ളത് അവർ ഇതിനകത്ത് സ്പീക്കറിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. സോ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഇത് വളരെ സ്ലോയിലാണ് ഇത് മേലേക്ക് പോകുന്നത്. ഇത് കറങ്ങി ഏകദേശം ഒരു മുകളിലെത്താറാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ഇതിലൂടെ നമുക്ക് ഈ ഓരോ ക്യാബിലും സ്പീക്കറുണ്ട്. അതിലേക്കൂടെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കും. അതായത് ആ മേളിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. സോ ആ ക്യാമറയിലേക്ക് നമ്മൾ നോക്കി നിന്നാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് കയറിയതിൻ്റെ ഒരു ഫോട്ടോ ആ ക്യാമറ ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ
ആ ആ ഫോട്ടോയുടെ ഗ്രൂപ്പ് ഫോട്ടോയുടെ ഒരു പ്രിൻ്റ് നമുക്ക് ക്യാഷ് കൊടുത്താൽ കിട്ടും. അത് നമ്മൾ ആദ്യം പറഞ്ഞ നമ്മളുടെ ആ ഒരു സിംഗിൾ ഫോട്ടോയുടെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്ത് ഒരു ആൽബമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് തരും. And a lot of famous guests, from Frank Sinatra, Marilyn Monroe, and Charlie Chaplin. To more recent സോ ഇപ്പം നിങ്ങൾ celebrities such കേട്ടില്ലേ as ആ ഒരു Stephen Fry, അനൗൺസ്മെൻറ്റ്. Justin ഇതാണ് Bieber, ഞാൻ ആദ്യം and പറഞ്ഞത്. Taylor ഓരോ Swift. സ്റ്റേജിലും എത്തിയിട്ട് ആ സ്റ്റേജിൽ And നിന്നാൽ some നമുക്ക് almost കാണാൻ പറ്റുന്ന fired general കാര്യങ്ങളെപ്പറ്റി managers അവരൊരു stealing ഒരു thousands of ബ്രീഫ് pounds എക്സ്പ്ലനേഷൻ per അവർ month. തരും. He went പിന്നെ on ഈ to ഒരു create his own ബൈനോക്കുലർ show, The വർത്താണോ എന്ന് Ritz ചോദിച്ചു House. കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ പ്രൈസ് 5 പൗണ്ടേ ഉള്ളൂ. എനിക്ക് അത്ര വലിയ വർത്തായിട്ട് തോന്നില്ല. കാരണം ഈ ബൈനോക്കുലറിൽ കൂടെ നോക്കുന്നതും അല്ലാതെ നമ്മൾ നേരിട്ട് കാണുന്നതൊക്കെ ഏകദേശം സെയിം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു സോവനീർ കീപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു പർപ്പസിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബൈനോക്കുലർ മേടിക്കാവുന്നതാണ്. അല്ലാതെ ഇത് വാങ്ങിക്കുന്നത് വലിയ ഒരു യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലണ്ടൻ ഐയിൽ നിന്നുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് കുറച്ച് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടവർ ബ്രിഡ്ജും അതുപോലെ ലണ്ടൻ ബ്രിഡ്ജും കാണാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ബ്രിഡ്ജ് വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെ നമുക്ക് വെസ്റ്റ് മിനിസ്റ്റർ ആബി കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹൗസ് ഓഫ് പാർലമെൻറ്റും ബിഗ് ബെൻ എന്ന് പറയുന്ന ക്ലോക്ക് ടവറും നമുക്ക് കാണാനായിട്ട് പറ്റും. ലണ്ടൻ ഐയിൽ നിന്ന് സ്ട്രെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് ജെയിംസസ് പാർക്ക്, അതുപോലെ നാഷണൽ ഗാലറി, പിന്നെ ലണ്ടൻ ട്രാൻസ്പോർട്ട് മ്യൂസിയം എന്നിവ കാണാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ കാണാം. ദാണ്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. അതിൻ്റെ തൊട്ട് പുറകിലോട്ട് നമുക്ക് ബിഗ് ബെന്നും കാണാനായിട്ട് പറ്റും. ലെഫ്റ്റ് സൈഡിൽ നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് സീ ലൈഫ് ലണ്ടൻ അക്വേറിയം. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ലണ്ടൻ ഐയിലേക്ക് വന്ന വഴിയാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ ലണ്ടൻ ഐയുടെ ഏകദേശം ഒരു കാഴ്ചകൾ കണ്ടിട്ട് പുറത്തിറങ്ങി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഹാഫ് ആൻ അവർ എടുത്ത് കാണും. ഞാൻ കൃത്യമായിട്ട് ടൈം നോക്കിയില്ല. ഈ ഒരു ക്യാബിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്ന ഒരു എക്സിറ്റ് പവലിയനിലേക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ കയറുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും. അതുപോലെ ലണ്ടൻ ഐയിൽ നമ്മൾ ടോപ്പിലെത്തിയിട്ടും ഒരു ഗ്രൂപ്പ് ഫോട്ടോ അവിടെ എടുക്കും. സോ ഈ 2 ഫോട്ടോകളും ചേർത്തിട്ട് അവരൊരു ആൽബം റെഡിയാക്കും. ഈ ആൽബം ശരിക്കും ആൽബം റെഡിയാക്കില്ല. ഈ ഫോട്ടോ നമ്മളെ ഈ പറയുന്ന എക്സിറ്റ് പവലിയനിൽ കാണിക്കും. എന്നിട്ട് ആ ഫോട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്കത് ഒരു ആൽബമായിട്ട് അവർ ആൽബത്തിലിട്ടിട്ട് തരും. അത് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് മേടിക്കാം. സോ അതിൻ്റെ ഒരു ആ ഫോട്ടോ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ എക്സിറ്റ് പവലിയൻ. ഇവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. അത്യാവശ്യം ക്യൂ ഉണ്ട് ആൾക്കാർ ഈ ഫോട്ടോ ചെക്ക് ചെയ്തിട്ട് മേടിക്കാനായിട്ട്. സോ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ആൽബം, അതുപോലെ ഒരു കീ ചെയിൻ, പിന്നെ കുറച്ച് ഫോട്ടോസായിട്ട് അവർ തരും. സോ അത് ഞാൻ കളക്ട് ചെയ്തു. സോ ഇതിനകത്തുണ്ട് എൻ്റെ ഫോട്ടോയും അതുപോലെ കീ ചെയിൻസും എല്ലാം. ഏകദേശം 25 പൗണ്ട് വരും ഇതെല്ലാം കൂടെ. സോ അത് ഇതിനകത്തുണ്ട്. 25 പൗണ്ടിന് ഈ ഒരു ആൽബം അത്ര വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര വർത്തായിട്ട് തോന്നിയില്ല. പക്ഷെ നിങ്ങൾ ഇതുപോലത്തുള്ള സൊവനീഴ്സും ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് കാണാൻ വരുന്നവർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എൻ്റെ ക്യൂവിനകത്ത് വെയിറ്റ് ചെയ്തു. അത്രയ്ക്ക് തിരക്കാണ് ഈ വീക്കെൻഡ്സിൽ, പ്രത്യേകിച്ച് സമ്മർ ഓർ സ്പ്രിംഗ് ടൈമിൽ നിങ്ങൾ വന്നാൽ. അപ്പോൾ ഏറ്റവും നല്ലതൊരു വീക്ക് ഡേയ്സിലും എല്ലാം വരികയാണെങ്കിൽ കുറച്ച് തിരക്ക് നമുക്ക് ഒഴിവാക്കി കിട്ടും. അതുപോലെ നമുക്ക് വീക്ക് ഡേയ്സിൽ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കുറവാണ്. വീക്കെൻഡ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും അതുപോലെ നമുക്കിതിൻ്റെ റേറ്റ് കൂടുതലാണ്. മാത്രമല്ല നമ്മൾ എടുക്കുന്ന സമയം അനുസരിച്ച് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് വേരി ചെയ്യും.
സോ എന്തായാലും മിനിമം ഒരു 30 പൗണ്ട് വരും, 30 to 45 പൗണ്ട്. പ്ലസ് നമ്മൾ ഏതെങ്കിലും അഡീഷണൽ സർവീസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയും കൂടെ ചാർജ് വരും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ലൊക്കേഷനിലെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.